ഗൈസ് ഇവിടേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ് നമുക്കിന്നൊരു ഗസ്റ്റ് ലെക്ചർ ഉണ്ട്. ഡ്രോണിനെ കുറിച്ചുള്ള പരിപാടിയാണെന്ന് പറഞ്ഞു. സോ എന്തായാലും അതിന് പോയിട്ട് അതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ കാണിച്ചു തരാം. സോ അഞ്ജു ആൻഡ് ടീംസ് അവരുടെ ഫീൽഡിൽ നിന്ന് അവിടെ ഫെർട്ടിലൈസർ ചെയ്തതിൻ്റെ സ്പ്രേയിങ് ആണെന്ന് പറഞ്ഞു. സോ അതിൻ്റെ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ എന്തായാലും ഈ രണ്ട് കണ്ടന്റ് ഇന്ന് കാണിച്ചു തരാം. സോ ഗൈസ് നമ്മളങ്ങനെ ഗസ്റ്റ് ലെക്ചറിന് വേണ്ടി വന്നിരിക്കുന്നത് ഡ്രോൺസ് ആൻഡ് അഗ്രികൾച്ചറിനെ കുറിച്ചാണ്. സോ ഇത് നമ്മുടെ ഡീൻ സർ ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്നതാണ്. പിന്നെ ഈ ഒരു മാം വന്നിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്, ഡ്രോൺസ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട്, അതിൻ്റെ ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ. അതിനുശേഷം ഈ ഒരു സാറ് പേപ്പർ ആർട്ടിക്കിൾസൊക്കെ കാണിച്ചിട്ട് ഡ്രോണിനെ കുറിച്ച് സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇതേ ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. സോ നമ്മളിപ്പോൾ എവിടെയാണ് എന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? പറ്റണം. നമ്മളെല്ലാരും ഫീൽഡിലാണ്. ഏത് ഫീൽഡില്? ഒന്നുകൂടി കാണിച്ചെടുക്കുക. ക്യാമറ ഞാൻ വിരിച്ച് മറ്റേ മിസ്റ്റ് വന്നിങ്ങനെ. അപ്പൊ നമ്മൾ എന്തിനാ ഇവിടെ വന്നേന്ന് പറഞ്ഞു കൊടുക്ക. നമ്മൾ ഇവിടെ സ്പ്രേ ചെയ്യാൻ പോവാ. എന്ത് സാറിന് പറയും. നമ്മുടെ ട്രീറ്റ്മെന്റ്സ് ഇന്ന് ട്രയൽ ചെയ്യുകയാണ്. ഫസ്റ്റ് സ്പ്രേയിങ് ആണ് ഞങ്ങൾ ഉണ്ടാക്കിയ ബയോ ഫെർട്ടിലൈസർ ഫംഗൈ ആൻഡ് ബാക്ടീരിയയുടെ ഫസ്റ്റ് സ്പ്രേയിങ് ആണ് ഇന്ന് നടക്കുന്നത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. കണ്ടു ഗൈസ്, ഞങ്ങളുടെ പ്ലോട്ട്. അവിടെ മാത്രം കുറച്ച് പുല്ല് വളർന്നിട്ടുണ്ട്, അതെന്താണെന്ന് അറിയത്തില്ല. ബാക്കി ഇതാണ്ട്. കണ്ടോ ഞങ്ങൾ ചീര കാണിച്ചു തരാം. അമ്മേ, ഓക്കെ, കണ്ടോ ചീര കണ്ടില്ലേ വളർന്നേക്കുന്നത്? കണ്ടോ ഓർഡർ വളർന്നേക്കുന്നത് കണ്ടില്ലേ ചീര. ഇനി നമുക്ക് ടൊമാറ്റോ കാണിച്ചു തരാം. അയ്യോ, വാലന്റൈൻസ് ഡേ കഴിഞ്ഞിട്ട് 14th ഫെബ്രുവരി കഴിഞ്ഞിട്ട് ഇപ്പോഴല്ലേ നിങ്ങൾ ഈ ഫീൽഡൊക്കെ കാണുന്നത്. കണ്ടോ ഞങ്ങളുടെ ടൊമാറ്റോ എന്തോരം വളർന്നെന്ന്. അങ്ങനെ ഞങ്ങളുടെ ഫസ്റ്റ് പ്രോബ്ലം ഞങ്ങൾ കണ്ടുപിടിച്ചു ഞങ്ങളുടെ ഫീൽഡിൽ. ഇപ്പോൾ കാണിച്ചു തരാവേ. ഇതാണ്, കണ്ടല്ലേ ഗ്രീൻ ഗ്രാം എന്ത് നല്ല അടിപൊളിയായിട്ട് വളർന്നിരിക്കുന്നു. പ്രോബ്ലത്തിന് പേര് അറിയത്തില്ല, നമ്മൾ പ്രോബ്ലം കണ്ടുപിടിക്കണം. അതിനാണ് നമ്മൾ അഗ്രികൾച്ചർ പഠിക്കുന്നത്. കണ്ടോ ഇതിവിടെ ഇരുന്ന സാധനമാണ്, ഞങ്ങളിപ്പോൾ പറിച്ച് നോക്കിയതാണ്. ബിക്കോസ് ഇത് ഉണങ്ങിയിരിക്കുന്നു. ഇത് ഉണങ്ങാത്തത്, ഇത് ഉണങ്ങിയത്. തുറന്നു നോക്കിയപ്പോൾ എന്തോ റൂട്ടേ ഇല്ല. അപ്പോൾ സാൻഡ്ര പറയുന്നു ഇത് റൂട്ട് റോട്ട്. പക്ഷെ ഇത് അറിയത്തില്ല, നമ്മളിത് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പം നമ്മുടെ സ്പ്രെയർ അങ്കിള് പറഞ്ഞു തന്നു. നമ്മുടെ പയർ എന്ത് പറ്റിയെന്നാ പറഞ്ഞേ? എന്താ കാഞ്ചിട്ടിരിക്ക് എന്നാ സ്പോയിലായിന്ന് അർത്ഥം. കണ്ടില്ലേ, ആക്ച്വലി ഇവിടെ എല്ലാം വളരേണ്ടതാണ്. എന്താണെന്നറിയത്തില്ല, എന്തോ പ്രശ്നമുണ്ട് നമ്മുടെ പയറിന്. സാൻഡ്ര ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് ഫീൽഡിൽ. ഇനി നമ്മൾ ഒഴിക്കുന്ന 35 ml ബാക്ടീരിയയും 35 ml ഫംഗയും കൂടെ ഒന്നിച്ച് നമ്മൾ മിക്സ് ചെയ്യാൻ പോവാണ്. എല്ലാവരും നോക്കി നിൽക്കുന്നുണ്ടല്ലേ, ഇത് മാത്രം ഇങ്ങനെ ഇപ്പുണ്ട്. ഇതാണ് നമ്മുടെ ഗ്രീൻ ഗ്രാം സീഡ്. പക്ഷെ ഗസ് ചെയ്യാൻ പറയായിരുന്നല്ലേ. അങ്ങനെ നമ്മുടെ ടാങ്കിലോട്ട് വെള്ളവും 15 ലിറ്റർ വെള്ളവും 75 ml ഫംഗയും ബാക്ടീരിയയും നമ്മൾ ഒഴിക്കുന്നു. ഞങ്ങൾ തളർന്നിരിക്കുവാണെങ്കിൽ ഞങ്ങൾ നിലത്തിരിക്കേണ്ടി വരും. ഈ നിലത്താണ് ഞങ്ങൾക്ക് ഇരിക്കേണ്ടത്. ഒരു നിങ്ങൾക്ക് വിചാരിക്കാൻ പറ്റാത്ത പ്രാണികളാണ് ഇവിടെ ഉള്ളത്. നമ്മുടെ സങ്കടം മനസ്സിലാക്കണം. യെസ്, ഇത് പ്രേം സർ ഈ വീഡിയോ ഇത് കാണുവാണെങ്കിൽ പറ, രണ്ട് കസേര. സോറി, സാൻഡ്ര കുറച്ച് ബിസിയാണ്. നമ്മുടെ പേപ്പറിൽ നമ്മുടെ സാധനങ്ങളൊക്കെ, നമ്മുടെ ആർക്കിടെക്ചർ സാൻഡ്രയാണ്. ആർക്കിടെക്ട് പ്ലാൻ പറഞ്ഞു കൊടുക്കാം. അടുത്ത അനുവേ ടാങ്കും പിടിച്ച് അടിക്കുന്നതായിരിക്കും. സാൻഡ്ര ഞങ്ങൾക്ക് ഓരോ പ്ലോട്ട് വന്നേക്കുവാണ് ചെക്ക് ചെയ്യാൻ വേണ്ടി.
ഇതിനാണ് ഞങ്ങൾ സ്കൗട്ടിങ്ങിന് ഇറങ്ങിയേക്കുവാണ്. സ്കൗട്ടിംഗ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ സ്കൗട്ടിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ നമ്മുടെ ഫീൽഡിൽ ഇറങ്ങി ചെക്ക് ചെയ്യണം, എന്തെങ്കിലും അസുഖമോ എന്തെങ്കിലും പെസ്റ്റ് അറ്റാക്കോ എന്തെങ്കിലും ഗ്യാപ്പ് ഫില്ലിങ് വേണമെങ്കിൽ ഗ്യാപ്പ് ഫില്ലിങ് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എനിക്ക് കിട്ടിയത് ബെന്തി ഫീൽഡാണ്, അവൾക്ക് ഇതാണ്ട് ടൊമാറ്റോ ഫീൽഡ്. അപ്പോൾ ടൊമാറ്റോ ഫീൽഡിൽ അവൾക്ക് കുറേ മുട്ടകൾ കിട്ടിയിട്ടുണ്ട്. ലീഫ് മൈനറിൻ്റെ ആണെന്ന് തോന്നുന്നു കണ്ടോ, ബിക്കോസ് ലീഫ് മൈനർ ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടല്ലേ ഒരേല. സോ അങ്ങനെ ലീഫ് മൈനർ അറ്റാക്ക്, ചെറിയൊരു ലീഫ് മൈനറിൻ്റെ ഇതുണ്ട്. അതിപ്പോൾ ഞങ്ങളിപ്പം നമ്മുടെ പെസ്റ്റിസൈഡ് അടിച്ചതേ ഉള്ളൂ, ബയോ പെസ്റ്റിസൈഡ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞ് ഇങ്ങനെ നമ്മൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് ബയോ പെസ്റ്റിസൈഡ് അടിച്ച് കഴിഞ്ഞിട്ട് നമ്മളൊരു ചെക്കിങ്ങിന് ഇറങ്ങും. ഇപ്പോൾ ചെറിയ ടെസ്റ്റൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ പെസ്റ്റിസൈഡ് അടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ എന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ ബിഫോർ ആൻഡ് ആഫ്റ്റർ. ഓക്കെ, സോ ദിസ് ഇസ് ദ മുട്ട. നമുക്കിത് പൊട്ടിച്ച് നമുക്ക് കൊല്ലണം ഇതിനെ, നമുക്ക് കൊല്ലാം. എങ്ങനെയാണെന്ന് വെച്ചാൽ കൊല്ലുക. അങ്ങനെ നമ്മൾ കൊന്നു, അതിനെ കൊന്നു. അങ്ങനെ നമുക്ക് ബന്ദി കണ്ടോ ഗ്യാപ്പ് ഫില്ലിങ്ങിൻ്റെ ആവശ്യമുണ്ട്. ഇവിടെ ഒന്നും ബന്ദിയില്ല. ബന്ദി പിന്നുള്ളത് കണ്ടോ അവിടെയാണ്, കണ്ടോ ബന്ദി. അയ്യോ ഗൈസ്, ഇത് കണ്ടോ ഇല, ഈ ഇല കണ്ടോ, ഈ ഇലയ്ക്ക് എന്തോ പ്രശ്നമുണ്ടല്ലോ, എന്തോ ഒരു അറ്റാക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്താണെന്ന് അതിനുള്ള പോംവഴിയായിട്ടാണ് ഞങ്ങൾ ബയോ പെസ്റ്റിസൈഡും കൊണ്ട് വന്നേക്കുന്നേ. അങ്ങനെ ഞാൻ ബന്ദി ഫീൽഡ് നോക്കുന്ന സമയത്ത് ഞാൻ ആരെയെ കണ്ടതെന്ന് ഞാൻ കാണിച്ചു തരട്ടെ. ബന്ദി ഫീൽഡിൽ ഞാൻ ഒരുത്തിനെ കണ്ടു. ഐ ഷോ യു റൈറ്റ് നൗ. നന്നായിട്ട് ഒബ്സർവ് ചെയ്യണേ. അപ്പോൾ അതുകൊണ്ട് കണ്ടോ ഈ ഇതിനൊക്കെ തിന്നേക്കുന്നു. നോക്കുമ്പോൾ ആരെ തിന്നേക്കുന്നേ, ഇത് കണ്ടോ, കണ്ടില്ലേ മഹാൻ, ഞാൻ കാണിച്ചു തരാം കണ്ടോ. അയ്യോ ഗൈസ് സോറി, കണ്ടോ ഈ പെസ്റ്റ്, ഇതിൻ്റെ പേര് മറന്നുപോയി, കഴിഞ്ഞ വർഷം പഠിച്ചതാണ്, മറന്നുപോയതാണ്. എന്തോ സക്കിങ് പെസ്റ്റാ, സക്കിങ് ലീഫ് മീൻസ് ലീഫ് ഈറ്റിംഗ് പെസ്റ്റാണ്. ഇതാണ്ട് തിന്നേക്കുന്നുണ്ടല്ലേ, ഇതാണ്ട് ഇതൊക്കെ തന്നെയാണ്, ഇതൊക്കെ തിന്നുന്നത് കണ്ടില്ലേ, എങ്ങനെ ഇരിക്കണ്ടേ അല്ലേ. അപ്പോൾ നമ്മളിങ്ങനെ പുറകിലോട്ടൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം. ഇത് നമുക്ക് സാൻഡ്രൈഡായി കൊടുക്കാം. ക്ലാസ്സിലെ പഠിപ്പിയായ അനുവിനെ ഞാൻ വരുത്തുന്നുണ്ട്. അവൾ ഇതിൻ്റെ പേര് പറയുന്നതായിരിക്കും, പെസ്റ്റിൻ്റെ പേര്. ബാനു വന്നേ, ഞാൻ ഒരു കാര്യം കാണിക്കാനുണ്ട്, വന്നേ, ഓടി വാ. പിന്നെ ഞാൻ ഓടി വരണം എന്ന് പറഞ്ഞാൽ ഓടിയൊന്നും വരരുത്, അല്ലെങ്കിൽ എന്നെപ്പോൾ ഇങ്ങനെ തറ കിടക്കും. ബിക്കോസ് ഇതുണ്ട് എൻ്റെ മുട്ട് കാലിൻ്റെ അവസ്ഥ ഉണ്ടല്ലേ, ഇവിടെ എല്ലാം ഇങ്ങനെ തെന്നിയിരിക്കുകയാണ്. അനു ഇവിടെ വന്നേ, ഗുഡ് ഗേൾ, കം ഹിയർ. ഞാൻ ആരെയാ കണ്ടേന്ന് കാണിച്ചു തരട്ടെ. എന്താ ആ എല്ലാം ഒന്ന് പോയി തുറന്നു നോക്കിക്കേ. വാ 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 നീ വാ 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 മനോരഞ്ജിനി. എന്നിട്ട് തുറന്നു നോക്കിക്കേ, ആരാന്ന് പറ. അത് നോക്കിയിട്ട് പറയണം അത് ആരാണെന്നേ. ഹെലികോവർപ്പയാണോ എനിക്കറിയത്തില്ല, കണ്ടിട്ട് ഹെലികോവർപ്പിൽ ഇരിപ്പുണ്ട്. ഹെലികോവർപ്പ അമേരിക്ക എന്താ ആർമിജേറ. യെസ്, എടുക്കതിനെ എന്നോക്കി ഇരിക്കുക, എടുത്തിട്ട് കയ്യിലെടുക്കുക. നീ എൻഡമോളജിസ്റ്റ് അല്ലേ, എടുക്കങ്ങോട്ട് പുഴുവിനെ എടുക്ക്. ഹെലികോവർപ്പനല്ലേ ഇത്, എനിക്ക് ഉറപ്പില്ല. ഹെലികോവർപ്പാണെന്ന് അനു പറയുന്നു. നല്ല കണ്ട് പരിചയമുള്ള പുഴു. ഞാൻ പറിച്ചിട്ടുണ്ട്, എനിക്ക് നാട്ടിൽ നിന്ന് കിട്ടിയതായിരുന്നു തോന്നുന്നു കഴിഞ്ഞ വർഷം. ലീഫ് അതിനെ അടുത്ത പഠിപ്പിനെ കാണിച്ചു കൊടുത്തു. അടുത്ത പഠിപ്പി വരുന്നുണ്ട്, നമുക്ക് ആ പഠിപ്പിയോട് ചോദിക്കാം ഇതിന്റെ ആൻസർ എന്താന്ന്. സാൻഡ്ര, സർപ്രൈസ് വിസിറ്റർ നമ്മുടെ ഫീൽഡിലുണ്ട്. വന്നോളൂ. ആ ഇല ഒന്ന് പൊക്കിക്കോളൂ. കൊള്ളാലോ, അതെന്താന്ന് പറ. സ്ട്രെസ് കാരണം സാൻഡ്രോയിന് സ്ട്രെസ് കാരണം 4-5 ഡ്രോപ്പ് അപ്പിട്ടിട്ടുണ്ട്. അതിനൊട്ടും പറ്റുന്നില്ല, മണം കാരണമാണോ? 1 2 3 4 പാവേ. നമ്മൾ ചാവുമ്പോ ഇങ്ങനെ ആയിരിക്കുമോ? ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞായിരുന്നല്ലോ ഇങ്ങനെ ചായ കിട്ടിയില്ലെന്ന്. അതുകൊണ്ട് അത് പ്രേം സാർ ആ വീഡിയോ കണ്ടെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. പ്രേം സാർ അതുകൊണ്ട് ഇപ്രാവശ്യം നിർബന്ധിപ്പിച്ച് ചായ മേടിച്ചുകൊണ്ടത്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് ചായ വൈകുന്നേരം ഓഫർ ചെയ്തായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞു. മോശമല്ലേ, നമ്മളിവിടെ പണിയെടുക്കാൻ വന്നതല്ലല്ലോ, ഇവിടെ സൂപ്പർവൈസ് ചെയ്യാൻ വന്നതല്ലേ.
അതുകൊണ്ട് പക്ഷേ ഈ പ്രാവശ്യം ഞങ്ങളെ വിട്ടില്ല, അതുകൊണ്ട് മേടിച്ചു തന്നു. പറഞ്ഞ് ഇല്ല സാൻഡ്ര കുടിക്കുന്നതായിരിക്കും ഇത്. 5 രൂപ കുടിച്ചു. ഇതിൻ്റെ അവസ്ഥ എന്തോയി? ചെറിയ ജീവനുണ്ട് ഗൈസ്, ചെറിയൊരു ജീവൻ ഗൈസ്. അങ്ങനെ നമ്മുടെ പുഴു ചത്തു. നമ്മൾ കൊന്നു കൊന്നു കൊന്നു. പറയൂ ബാക്ക് പാക്ക്. നമ്മൾ ജയിച്ചു. അങ്ങനെ ജയിച്ചു. ഞാനാണ് മാപ്പ്. ഓക്കെ, അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയത് സക്സസ്ഫുൾ ആയിട്ട് വിജയിച്ചു. ഇതാണ് നമ്മൾ അടിക്കാൻ പോകുന്നത്. ബയോപെസ്റ്റിസൈഡ് ആണ്, നിങ്ങൾ ആരും പേടിക്കേണ്ട. ഇത് കെമിക്കൽ അല്ല. ഓക്കെ, ദിസ് ഇസ് നോട്ട് കെമിക്കൽ. ഇത് വേണ്ടവർ പ്ലീസ് DM അനഘ, ബീങ് അനഘ. റുപ്പീസ് ഇല്ല, അത് 400 DM ചെയ്താലേ. ക്ലോസ് ഫ്രണ്ട്സ് ആണെങ്കിൽ ഞങ്ങൾ ഡിസ്കൗണ്ട് കൊടുക്കുന്നതായിരിക്കും. അത്യാവശ്യമുള്ളവർക്ക് 400 റുപ്പീസ്. ആർക്ക് അത്യാവശ്യം നമുക്ക് അവർക്ക്. അനു ഒരു സംഭവം കണ്ടുപിടിച്ചു. നമ്മൾ കണ്ടുപിടിച്ച നമ്മുടെ സ്പോഡോപ്റ്ററയുടെ മുട്ടകൾ എല്ലയുടെ പുറയിൽ തന്നെ. അതൊന്നും കാണുന്നില്ല. അപ്പോൾ സാൻഡ്ര പറയുന്നു ഇത് വേറെ എന്തിൻ്റെ മുട്ടയാണ്. കാണിച്ച സാൻഡ്ര, ഈ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് പോലെ ഇരിക്കുന്നത് കണ്ടോ 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 അതാണ്ട് ഇത്, അതാണ്ട് ഇത്. നിങ്ങൾ വിചാരിക്കും വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ആണെന്ന്, പക്ഷെ അല്ല, അത് മുട്ടയാണ്. നമ്മളങ്ങനെ അതിനെല്ലാം കൊല്ലാൻ പോവാണ്. ഇവിടെ ആകാശിന് എല്ലാവരും റാഗേവാണ്. ആകാശ് പറയുന്നതായിരിക്കും അതിൻ്റെ ആ ടൊമാറ്റോയിലുള്ള പ്രശ്നം എന്താണെന്ന്. ഒരു ചാൻസേ ഉള്ളേ. ലീഫ് നെക്രോസിസ് അത് ഡിസീസ്. ഒരു ചാൻസ് പോയി. പെസ്റ്റ് അറ്റാക്ക് ആണ് അത്. നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ വേണമെങ്കിൽ ഇതാണ് സാധനം. ഇത് ഞാൻ ഓൾറെഡി ഇതിന്റെ ആൻസർ നേരത്തെ പറഞ്ഞതാണ്. ഇത് ഇവനുള്ളതാണ്. അഗ്രികൾച്ചർ സ്റ്റുഡന്റ് എന്തായാലും അറിഞ്ഞിരിക്കണം. യൂണിഫോം ഇട്ടുകൊണ്ട് വന്നില്ലെങ്കിലും. സക്കിംഗ് പെസ്റ്റ് ഒന്നും അല്ല. എന്താണ് ട്രിപ്സ് അല്ല. അല്ല ക്ലോസ് ആണ്. ചാൻസ് കഴിഞ്ഞു. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ചാൻസ്. വേറെ ഒരു ക്ലൂ പറഞ്ഞത് ഭയങ്കര ചെറുതാണ്. അതെ, സക്കിംഗ് പെസ്റ്റ് ആണല്ലോ അല്ലേ? സക്കിംഗ് പെസ്റ്റ് ആണ്. സക്കിംഗ് പെസ്റ്റ് സക്കിംഗ് പെസ്റ്റ്. ഇപ്പം ഓക്കെ, ഒരു ചാൻസ് തന്നില്ലേ? പറ. അല്ല, വൈറ്റ് ഫ്ലൈ അല്ല. ചാൻസ് തീർന്നു. അപ്പം ഗിഫ്റ്റ് ഇല്ല കേട്ടോ. ഗിഫ്റ്റ് ഇല്ല. ക്യാൻസൽ. ഒരു ചാൻസ് കൂടി. ഗിഫ്റ്റ് ഇല്ല. എന്നൊരു ക്ലൂ പറഞ്ഞു കൊടുക്കുക. ക്ലൂ പറഞ്ഞു കൊടുക്കുക. ഇങ്ങനെ പാറ്റേൺ വരുന്ന എന്തായിരിക്കും? ലീഫ് 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 അണ്ടർലൈൻ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ലീഫ് പെസ്റ്റിന്റെ പേരാ. ലീഫ് ലീഫ് ഹോപ്പർ. തെറ്റ്. ലീഫ് സ്റ്റാർട്ടിംഗ് ലെറ്റർ എം. ലീഫ്. ലീഫ് 5 ലെറ്റേഴ്സ് ഉണ്ട്. ഹാങ്മാൻ ആണോ? അതിന് അയ്യുണ്ട്, ഈയുണ്ട്, ലീഫ്. അതെന്താണ് നീ കൈ കൊണ്ട് കാണിക്കുന്ന? വോട്ട് ഇസ് ദാറ്റ്? തമിഴ് എന്താ? ഡിഗ്ഗിങ്. ഓക്കെ അടുത്ത് വരുന്നുണ്ട്. നെക്സ്റ്റ് വേർഡ്. Synonym. This word is used in construction site for digging soil. Soil അല്ല. Rock. Gold. Oh, sorry. No. Coal. എന്താ ഔട്ട്? നീ ഔട്ട്. നീ ശരി, ഓക്കെ. ഇത് പറഞ്ഞോളൂ. പെസ്റ്റിന്റെ പേര് അല്ലേ? പക്ഷെ ഞാൻ കൊന്നു അതിനെ. ഞാൻ കൊന്നതല്ല, ബയോപെസ്റ്റിസൈഡ് കൊന്നതാണേ. എല്ലാരും വിശ്വസിക്കണം കേട്ടോ. അത് ഇന്നത്തെ വ്ളോഗ് ഒന്ന് എൻഡ് ചെയ്യാവോ? ഇന്നത്തെ വ്ളോഗ് എൻഡ് ചെയ്യാവോ? എൻഡ് ചെയ്യാമോ? Can you end the vlog? പറ. How did you start the vlog? Hello guys, welcome. Good morning.
ഹലോ ഗൈസ്, ഗുഡ് നൈറ്റ്, ബൈ. കൈ കൊണ്ട് അടിക്ക്. സോ ഗൈസ്, അങ്ങനെ ഡ്രോണിൻ്റെ ക്ലാസ്സിന് ശേഷം നമുക്ക് ഒരു ഡ്രോൺ അസംബിൾ ചെയ്യാൻ വേണ്ടി അതിൻ്റെ പീസുകളൊക്കെ ആയിട്ട് നമുക്ക് തന്നിരിക്കുകയാണ്. സോ ഇത് പണ്ട് നമ്മൾ ലേഗോ ഒക്കെ കളിച്ചുകൊണ്ടിരിക്കുന്ന പോലത്തെ സംഭവമാണ്. നമ്മൾ ഈ സംഭവമൊക്കെ ഒന്ന് വിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് സ്ക്രൂ ചെയ്ത് സെറ്റാക്കി എടുക്കണം. സോ അതെങ്ങനെ ചെയ്യാമെന്നുള്ളത് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ആൾട്ടർനേറ്റാக வரும் நினைக்கிறேன். ஆரம்பிக்கணும் நம்ம. அப்படி வை எவ்வளோ அப்படி எடுத்து வைடா, எல்லாம் எடுத்து வை வழியா. ஆலன் கீ எதுக்கு ஆலன் கீடா. ஆலன் கீயா? ஆமாண்டா. ஸ்டார்ட் பண்ணலாமா? இரு ஸ்டார்ட் பண்ணலாமா? ஸ்டார்ட் பண்ணிட்டாங்கடா. அவங்க ஸ்டார்ட் பண்ணாங்கடா. வாடா போடா. போத்தறா அவ்வளவுதான். பிச்சு போடாத. ஸ்டார்ட் பண்ணிட்டீங்க, டென்ஷன் ஆயிடுச்சு உடைங்க. எல்லாரும் கீழே குனிஞ்சு வேலை செய்யணும். வ்ளாகில் நானும் வ்ளாகில் நான் செய்யறேன். உள்ள போடா கைஸ், நானும் செய்கிறேன். ட்ரோனை செய்கிறேன். ஏன் அப்படிலாம் வராது. அப்படிதான். സോ ഗൈസ്, നമ്മളങ്ങനെ ഡ്രോൺ ഫുള്ളി ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സംഭവം സെറ്റായിട്ടുണ്ട്. നമ്മൾ ഫൈനലി ഡ്രോൺ ഫിക്സ് ചെയ്തിരിക്കുകയാണ്. സോ ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത പരിപാടി ഡ്രോൺ പറത്താൻ വേണ്ടി വന്നിരിക്കുകയാണ് ഗൈസ്. നമ്മുടെ DJൻ്റെ നമ്മുടെ വെഡ്ഡിങ് ഷൂട്ട്സിലും ഫോട്ടോഗ്രാഫി സിനിമാറ്റോഗ്രാഫി ഒക്കെ ചെയ്യുമ്പോൾ യൂസ് ചെയ്യണ പോലത്തെ DJൻ്റെ ഏറ്റവും ഫസ്റ്റ് മോഡലായിട്ടുള്ള ഒരു ഡ്രോണാണ് നമുക്കിവിടെ ഓടിക്കാൻ വേണ്ടി, നമുക്ക് ഓടിച്ച് ട്രൈ ചെയ്ത് നോക്കാനും അവർ ഓടിച്ച് കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത്. கைரோஸ்கோப்பு, ஆக்சலரோமீட்டர், மேக்னோமீட்டர். ஸோ அந்த கைரோஸ்கோப் கேலிப்ரேஷன்ஸ்க்காக சப்போஸ் கேலிப்ரேஷன் அப்படின்னா என்ன ஃபஸ்ட்டு ஏதாவது எரர் இருந்தால் செக் பண்ணி அதை கரெக்ட் பண்ணுறேன். ഗൈസ്, അപ്പോൾ നമുക്ക് ആ ഒരു സാറ് എങ്ങനെ ഓടിക്കേണ്ടതെന്നുള്ളത് കാണിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ്. ഡ്രോൺ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യേണ്ടത്, അതിലുള്ള ഓരോ കൺട്രോൾസും കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരികയാണ്. അതിന് ശേഷം നമുക്ക് ഓരോരുത്തർക്കായിട്ട് ഓടിക്കാൻ വേണ്ടി തരും. സോ അതെ, നമ്മുടെ ബാച്ചിൽ ഒരുത്തൻ ഓടിച്ച് ട്രൈ ചെയ്യുന്നുണ്ട്. ഇനി അതിന് ശേഷം ഓരോരുത്തരായിട്ട് ചെയ്യുന്നതായിരിക്കും, ഓടിച്ച് നോക്കുന്നതായിരിക്കും. ഇത് അപ്പ് ഡൗൺ, ഇത് ലെഫ്റ്റ് റൈറ്റ്. അപ്പോൾ ഇത്രയും നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മൾ ഡ്രോൺ പിടിച്ചു, പിന്നെ ഡ്രോണിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞു. സോ ഇത്രയും നമ്മുടെ ഇന്നത്തെ 4 വീഡിയോ എല്ലാവർക്കും